നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സാങ്കേതിക തകരാറ് കാരണം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ കുടുങ്ങിയ UK റോയൽ നേവി F-35B യുദ്ധവിമാനം എപ്പോൾ തിരികെ പോകും? ഇതാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം. കഴിഞ്ഞ ദിവസം അത് എയർ ലിഫ്റ്റിംഗ് ഒന്നും സാധ്യമല്ല, മറിച്ച് മറ്റൊരു തരത്തിലേക്ക് ആ ഒരു വിമാനത്തെ മാറ്റാമെന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരുന്നു. എന്തായാലും ബ്രിട്ടീഷ് ഹൈക്കമ്മീഷന്റെ സന്ദേശം എപ്പോൾ ഇത് തിരികെ കൊണ്ടുപോകാനാകുമെന്ന് അറിയില്ല എന്നാണ് ബ്രിട്ടീഷ് ഹൈക്കമ്മീഷൻ അറിയിച്ചിരിക്കുന്നത്. UK നിന്ന് വിദഗ്ധ സംഘവും ഉപകരണങ്ങളും എത്തിയാൽ ഉടൻ വിമാനം തിരുവനന്തപുരത്തെ മെയിൻ്റനൻസ്, റിപ്പയർ ആൻഡ് ഓവർഹോൾ ഹാങ്ങറിലേക്ക് മാറ്റിയിടും. ഇന്ത്യയിലെ വിമാനത്താവളത്തിൽ UKയുടെ 5ാം തലമുറ യുദ്ധവിമാനത്തിന്റെ അറ്റകുറ്റപ്പണി നടക്കുക എന്നത് ആദ്യമായിട്ടുള്ള ഒരു സംഭവമാണ്. HMS പ്രിൻസ് ഓഫ് വെയിൽസ് കപ്പലിൽ നിന്ന് പറന്നുയർന്ന വിമാനമാണ് മോശം കാലാവസ്ഥ കാരണം തിരിച്ചിറക്കാനാകാത്ത സാഹചര്യത്തിൽ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ അടിയന്തരമായി ലാൻഡ് ചെയ്തത്. മടങ്ങാൻ ശ്രമിക്കുന്നതിനിടെയായിരുന്നു തകരാറ് കണ്ടെത്തിയത്. എഞ്ചിനീയറിംഗ് വിഭാഗത്തിലാണ് തകരാറ് കണ്ടെത്തിയത്. കപ്പലിലെ എഞ്ചിനീയർമാരുടെ സംഘം പരിശോധിച്ചു, പക്ഷേ ഫലമുണ്ടായില്ല. വിമാനം തിരുവനന്തപുരത്ത് ഇറക്കാൻ ഇന്ത്യൻ നേവിയും വ്യോമസേനയും വിമാനത്താവള അധികൃതരും ഉൾപ്പെടെ പിന്തുണ നൽകി. എന്തായാലും ഇതിന് ഹൈക്കമ്മീഷണർ നന്ദി അറിയിച്ചിട്ടുണ്ട്. നിരീക്ഷണ സംവിധാനങ്ങളുടെ ശ്രദ്ധയിൽപ്പെടാതെ പറക്കാൻ കഴിയുന്ന US നിർമ്മിത സിംഗിൾ സീറ്റർ യുദ്ധവിമാനമാണ് F-35B. കപ്പലുകളിലെ ചെറിയ റൺവേയിൽ നിന്ന് പറന്ന് ശബ്ദാതിവേഗത്തിലേക്ക് കുതിക്കാനും ഹെലികോപ്റ്റർ പോലെ നേരെ താഴെ എത്തി നിൽക്കാനും ഇവയ്ക്ക് സാധിക്കുമെന്നതാണ് ഇവയുടെ മറ്റൊരു പ്രത്യേകത. ഇതിനിടയിൽ ഈ ഒരു പ്രതിസന്ധി, അതായത് ഇത് ഇവിടെ തിരുവനന്തപുരത്ത് തന്നെ ആയിരിക്കുകയാണ്, ബ്രിട്ടീഷ് യുദ്ധവിമാനമാണ്. അപ്പോൾ അതൊരു ആശങ്ക ഉടലെടുക്കുന്നു. ഇപ്പോൾ 10 ദിവസത്തോളം പിന്നിട്ടിരിക്കുകയാണ് ഈ വിമാനം ഇവിടെ വന്നിട്ട്. അപ്പോൾ ആ ഒരു കാര്യത്തിലൊരു പ്രതിസന്ധിയൊക്കെ നിലവിൽ തുടരുന്ന സാഹചര്യമാണ്. വിമാനം എപ്പോൾ കൊണ്ടുപോകാനാകും എന്നത് വലിയൊരു ചോദ്യം തന്നെയാണ്. എന്തായാലും UKയിൽ നിന്ന് വിദഗ്ധ സംഘം എത്താൻ കാത്തിരിക്കുകയാണ്. വിദഗ്ധ സംഘം എത്തണം. ഉപകരണങ്ങളുമായി അവർ എത്തിയാൽ ഉടൻ തന്നെ റിപ്പയർ ആൻഡ് ഓവർഹോൾ ഹാങ്ങറിലേക്ക് മാറ്റിയിടും. വിമാനം സുരക്ഷിതമായി സൂക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഹാങ്ങറിലേക്ക് മാറ്റുന്നത്. ആദ്യം ഈ ഒരു നിർദ്ദേശം, അതായത് ഹാങ്ങറിലേക്ക് മാറ്റാമെന്ന നിർദ്ദേശം ബ്രിട്ടൻ അനുവദിച്ചിരുന്നില്ല. പിന്നീടാണ് അതിന് വഴങ്ങിയത്. അതിനിടെ ഇന്ധനം തീർന്നത് കൊണ്ടാണ് വിമാനം തിരുവനന്തപുരത്ത് എത്തിയതെന്ന റിപ്പോർട്ടുകൾ ബ്രിട്ടൻ തള്ളുകയാണ്. HMS പ്രിൻസ് ഓഫ് വെയിൽസ് കപ്പലിൽ നിന്ന് പറന്നുയർന്ന വിമാനം മോശം കാലാവസ്ഥ കാരണം തിരിച്ചിറങ്ങാനാകാത്ത സാഹചര്യത്തിൽ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്യുന്നു. അതിനുശേഷം ആ ലാൻഡ് ചെയ്ത ഉടൻ തന്നെ പൈലറ്റ് വിമാനത്തിനരികിൽ ഒരു കസേരയിട്ടിരിക്കുന്നു. ഈ കാഴ്ചകളൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ കണ്ടതാണ്. അതായത് ഇതൊരു യുദ്ധവിമാനമാണ്, അതിൻ്റെ രഹസ്യങ്ങളൊന്നും ചോർന്നു പോകാതിരിക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു ഇത്തരത്തിൽ പൈലറ്റ് പ്രവർത്തിച്ചത് എന്നതടക്കമുള്ള വിവരങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ അറിഞ്ഞതാണ്. എന്തായാലും ബ്രിട്ടീഷ് അമേരിക്കൻ സാങ്കേതിക വിദഗ്ധർ അടങ്ങുന്ന സംഘം വിമാനത്തിന്റെ കേടുപാട് പരിഹരിക്കാനുള്ള ശ്രമത്തിലാണ്. അത് വിജയിക്കുമോ എന്നതാണ് ഏറ്റവും വലിയ ചോദ്യം. വിമാനത്തിന്റെ മടക്ക യാത്രയിൽ ഇപ്പോഴും അനിശ്ചിതത്വം തുടരുന്ന സാഹചര്യമാണ്. വിമാനത്താവളത്തിൽ തുറസായ സ്ഥലത്താണ് F-35 തുടരുന്നത്. വിമാനത്തിന്റെ കേടുപാട് പരിഹരിക്കാൻ ബ്രിട്ടീഷ് അമേരിക്കൻ സാങ്കേതിക വിദഗ്ധരുടെ 30 അംഗ സംഘം വന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാൻ സാധിക്കുന്നത്. ഇനിയും വിമാനത്തിന്റെ തകരാർ പരിഹരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എയർ ലിഫ്റ്റിംഗ് വേണ്ടി വരുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സാങ്കേതിക തകരാർ പരിഹരിക്കാൻ സാധിച്ചില്ലെങ്കിൽ സുരക്ഷ വിലയിരുത്തിയ ശേഷം സൈനിക വിമാനത്തിൽ F-35 ബ്രിട്ടനിലേക്ക് എയർ ലിഫ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ടെന്നും പ്രതിരോധ വൃത്തങ്ങളെ ഉദ്ധരിച്ച് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. എയർ ലിഫ്റ്റിംഗ് ആണോ അതോ ഈ ഒരു തകരാറൊക്കെ പരിഹരിച്ച് കൊണ്ടുപോകാൻ സാധിക്കുമോ? ചോദ്യം പലതാണ്. എന്തായാലും സംഘം എത്താനുള്ള കാത്തിരിപ്പിലാണ്. വിമാനത്തിന്റെ ഹൈഡ്രോളിക് സംവിധാനത്തിന് കേടുപറ്റി എന്നതാണ് നിലവിലെ പരിശോധനയിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് പരിഹരിക്കുക വളരെ ശ്രമകരമായിട്ടുള്ള ഒരു കാര്യമാണ്, വളരെ ഒരു വെല്ലുവിളി, ദുഷ്കരമാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല മറ്റൊരു കാര്യം, ഇനിയും കൂടുതൽ ദിവസം വിമാനത്താവളത്തിൽ F-35 തുടരുകയാണെങ്കിൽ തീർച്ചയായിട്ടും വിമാനത്താവളം ഉപയോഗിച്ച വാടക ബ്രിട്ടീഷ് അധികൃതർ നൽകേണ്ടി വരും. അറബിക്കടലിൽ സൈനിക അഭ്യാസത്തിനെത്തിയ HMS പ്രിൻസ് ഓഫ് വെയിൽസ് എന്ന യുദ്ധക്കപ്പലിൽ നിന്നാണ് ഈ വിമാനം പറന്നുയർന്നത്. ജൂൺ 14 രാത്രി 9:30 തിരുവനന്തപുരം വിമാനത്താവളത്തിൽ അടിയന്തരമായി ഇറക്കേണ്ടി വന്നത്. ഇന്ധനക്കുറവിനെ തുടർന്നാണ് ഇറക്കിയതെന്നായിരുന്നു ആദ്യ പ്രാഥമികമായിട്ടുള്ള വിവരങ്ങൾ കിട്ടിയതും. അത്തരത്തിലായിരുന്നു ആദ്യ പ്രതികരണം. പ്രതിരോധ വകുപ്പിന്റെ നടപടികൾക്ക് ശേഷം ഇന്ധനം നിറച്ച് വിമാനം തിരിച്ചു പറക്കുമെന്നും അറിയിച്ചിരുന്നതാണ്. $110 ദശലക്ഷം വില വരുന്ന F-35 ഫൈറ്റർ ജെറ്റാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ തുറസായിടത്ത് വെയിലും മഴയുമേറ്റി കിടക്കുന്നത് എന്നതും തീർച്ചയായിട്ടും ആ രാജ്യത്തെ സംബന്ധിച്ചും വലിയൊരു വെല്ലുവിളി തന്നെയാണ്. മഴ കനക്കുന്നത് കൊണ്ടാണ് വിമാനത്തെ ഹാങ്ങർ യൂണിറ്റിലേക്ക് മാറ്റാമെന്ന് ഇന്ത്യൻ
വ്യോമസേന നിർദ്ദേശിച്ചത്. പക്ഷെ അത് വേണ്ട എന്ന നിലപാട് ആദ്യം ബ്രിട്ടൻ തീരുമാനിക്കുന്നു, പിന്നീട് നിലപാട് തിരുത്തുന്നു. ലോകത്തെ ഏതാനും രാജ്യങ്ങൾക്ക് മാത്രം സ്വന്തമായുള്ള 5ാം തലമുറയിൽപ്പെട്ട യുദ്ധവിമാനമാണ് ബ്രിട്ടീഷ് നാവികസേനയുടെ അമേരിക്കൻ നിർമ്മിത F-35. രഹസ്യമായ നിരവധി സാങ്കേതിക സംവിധാനങ്ങൾ കാരണം മറ്റു യുദ്ധവിമാനങ്ങളെക്കാൾ പോരാട്ടശേഷി കൂടിയവയാണ് 5ാം തലമുറ യുദ്ധവിമാനങ്ങൾ. അമേരിക്കയുടെ തന്നെ F-22 റാപ്റ്റർ, റഷ്യയുടെ Su-57, ചൈനയുടെ ചെങ്ഡു J-20, ഷെൻയാങ് J-35, ടർക്കിയുടെ TFX ഗാൻ എന്നിവയാണ് ഈ ഗണത്തിൽപ്പെടുന്ന മറ്റു യുദ്ധവിമാനങ്ങൾ. അതേസമയം അമേരിക്ക ഇടയ്ക്ക് ഇന്ത്യക്ക് F-35 നൽകാമെന്നതടക്കമുള്ള ഒരു വാഗ്ദാനമൊക്കെ മുന്നോട്ട് വച്ചിരുന്നു. അമേരിക്കയുടെ F-35 വേണ്ടെന്ന് വെച്ച് ഇന്ത്യ ഒരു നിർണായക തീരുമാനം നടത്തിയിരുന്നു. ഇത്തരം വിമാനം സ്വന്തമായി വികസിപ്പിക്കാനുള്ള ഗവേഷണത്തിലാണ് നമ്മുടെ രാജ്യമെന്നതും ഏറ്റവും ശ്രദ്ധേയം. F-35 ലോക്കീഡ് മാർട്ടിൻ എന്ന കമ്പനിയാണ് വികസിപ്പിച്ച് അമേരിക്കയ്ക്ക് കൈമാറിയത്. ABC എന്നിങ്ങനെ 3 വകഭേദങ്ങൾ ഈ വിമാനത്തിനുണ്ട്. 1000 കോടി രൂപ വരെ വില വരുന്ന ഈ വിമാനം അമേരിക്ക അവരുടെ സഖ്യരാഷ്ട്രങ്ങൾക്കും കൈമാറിയിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ തിരുവനന്തപുരത്തായിരിക്കുന്ന ആ വിമാനം ഈ ഒരു വലിച്ചുകൊണ്ട് പോകുന്നതിനുള്ള പ്രത്യേക ഉപകരണം എത്തിക്കണം. അതിന്റെ സഹായമില്ലാതെ വലിച്ചു മാറ്റിയാൽ കൂടുതൽ തകരാറുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് വളരെ സുരക്ഷയോടെ തന്നെ കൈകാര്യം ചെയ്യേണ്ട കാര്യം തന്നെയാണ്. അറ്റകുറ്റപ്പണി എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കാനുള്ള ശ്രമത്തിലാണെന്ന് വക്താക്കൾ അറിയിക്കുന്നുണ്ട്. 10 ദിവസത്തിലധികമായി ഇത് ഇവിടെ ആയിരിക്കുന്നു. കനത്ത മഴയാണ് നമ്മുടെ കേരളത്തിൽ. അപ്പോൾ അതും വലിയ രീതിയിലുള്ള ഒരു തടസ്സം സൃഷ്ടിക്കുന്നുണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിമാനത്തിന്റെ സംരക്ഷിത സാങ്കേതിക വിദ്യ 3ാം കക്ഷി അറിയുന്നതിനുള്ള വിമുഖതയും ബ്രിട്ടൻ ഇതിനിടയിൽ പ്രകടിപ്പിച്ചു എന്നതാണ് ഇവിടെ ഏറ്റവും ശ്രദ്ധേയമായി മാറുന്നത്. വിമാനത്തിന് CISF നൽകുന്ന സുരക്ഷയും തുടരുന്നുണ്ട്. വിമാനത്താവളം ഉപയോഗിച്ചതിന് എന്തായാലും ബ്രിട്ടീഷ് അധികൃതർ വാടക നൽകേണ്ടി വരും. അപ്പോൾ ആ കാര്യങ്ങൾ എങ്ങനെയായിരിക്കും, അതിന്റെ നടപടികളൊക്കെ എങ്ങനെയായിരിക്കും എന്നതും വരും ദിവസങ്ങൾ മാത്രമേ അറിയുവാൻ സാധിക്കുകയുള്ളൂ. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ സംയുക്ത പരിശീലന പറക്കലിനിടെയായിരുന്നു സംഭവങ്ങൾ അരങ്ങേറിയത്. അടിയന്തര ലാൻഡിങ്ങിനായി SQUA WK 7700 എന്ന കോഡാണ് എയർ ട്രാഫിക് കൺട്രോളിലേക്ക് അയച്ചത്. അടിയന്തര സഹായം ആവശ്യമായ ഘട്ടത്തിലാണ് ഈ കോഡ് അയക്കുന്നത്. ലാൻഡിങ്ങിന് ശേഷം നടത്തിയ പരിശോധനയിൽ ഹൈഡ്രോളിക് സംവിധാനത്തിൽ തകരാറ് കണ്ടെത്തി. ലാൻഡിംഗ് ഗിയർ, ബ്രേക്ക് തുടങ്ങിയവയുടെ പ്രവർത്തനത്തിൽ നിർണായകമാണ് ഹൈഡ്രോളിക് സംവിധാനം. കൂടുതൽ വിദഗ്ധർ എത്തി പരിശോധിച്ചിട്ടും തകരാറ് പരിശോധിക്കാൻ കഴിയാതെ വന്നതോടെയാണ് വിമാനത്തിന്റെ ഈ ഒരു മടക്കം നീണ്ടുപോകുന്നത്. എന്തായാലും ഇന്ത്യയുടെ എല്ലാ പിന്തുണയ്ക്കും നന്ദി എന്ന് ബ്രിട്ടൻ അറിയിച്ചിട്ടുണ്ട്. ഇത്രയും ദിവസം ഇവിടെ കിടക്കുന്നുണ്ട്, അപ്പോൾ വലിയ രീതിയിലുള്ള സുരക്ഷ നൽകുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അതിന് നന്ദി അറിയിച്ചിട്ടുണ്ട്. എന്തായാലും തകരാറൊക്കെ പരിഹരിച്ച് വിമാനം മടക്കി ബ്രിട്ടനിലേക്ക് തന്നെ കൊണ്ടുപോകാനാകുമെന്ന് തന്നെയാണ് കരുതുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ മാത്രമേ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ സാധിക്കുകയുള്ളൂ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.